കനകക്കുന്ന് ശ്രീ അയ്യപ്പ ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കനകക്കുന്ന് കലാ സാംസ്കാരിക വേദിയുടെ ഉത്സവാശംസകൾ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഈ നാടകം ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ജഗദീശ്വരന് ഞങ്ങളുടെ നന്ദി. ഇന്ന് ഈ നാടകം അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കി തന്ന ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി. കനകക്കുന്ന് കലാ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് നാടകം സ്വപ്നങ്ങൾ കഥ പറയുമ്പോൾ. സ്വപ്നം സ്വപ്നം ജീവിതമെന്നൊരു സ്വപ്നം. സ്വപ്നം സ്വപ്നം ജീവിതമെന്നൊരു സ്വപ്നം. ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും, ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും ജീവിതമെന്നൊരു സ്വപ്നം. മനുഷ്യൻ കാണും സ്വപ്നം. സ്വപ്നം സ്വപ്നം ജീവിതമെന്നൊരു സ്വപ്നം. സ്വപ്നം സ്വപ്നം ജീവിതമെന്നൊരു സ്വപ്നം. ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും, ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും ജീവിതമെന്നൊരു സ്വപ്നം. മനുഷ്യൻ കാണും സ്വപ്നം. സ്വപ്നം സ്വപ്നം. ഇത് നാളെയുടെ കഥയല്ല, ഇത് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് വാർദ്ധക്യം ഒരു ശാപമായി മാറുമ്പോൾ, പകൽ വീടുകൾ പെരുകുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട് ഏകാന്തതയിൽ ഉഴലുന്ന ഒരു പറ്റം മനുഷ്യരുടെ കഥ. When the dreams tell stories. സ്വപ്നങ്ങൾ കഥ പറയുമ്പോൾ. മനോഹരമാണ് ഈ ഭൂമിയും ഭൂമിയിലെ ഈ ജീവജാലങ്ങളും, അല്ലേ സോദരി? ശരിയാണ്. ഈ പ്രകൃതി രമണീയമായ സ്ഥലവും ജീവജാലങ്ങളും മനോഹരമായിരിക്കുന്നു. കണ്ടോ, സ്വർണ്ണ ചിറകുകളുള്ള ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നത്. എനിക്ക് ഇവിടെ നിന്നും പോകുവാനായി തോന്നുന്നേയില്ല. ശരിയാ, ശരിക്കും നമ്മുടെ സ്വർഗം പോലെ. എത്ര മനോഹരമാണ് ഈ സ്ഥലങ്ങൾ. ഇവിടെ താമസിക്കുന്ന മനുഷ്യർ എത്രയോ ഭാഗ്യവാന്മാരാണ്, അല്ലേ സഹോദരി? ശരിയാ, ശരിക്കും ഭാഗ്യവാന്മാർ തന്നെ. വരൂ, നമുക്കിവിടെ മൊത്തം ചുറ്റി സഞ്ചരിക്കാം. കണ്ടോ, ആരോ അവിടെ കിടക്കുന്നത്. ശരിയാണല്ലോ, ഇതൊരു അപ്പൂപ്പനല്ലേ? കണ്ടിട്ട് എന്തോ ക്ഷീണം പിടിച്ചു കിടക്കുവാണെന്ന് തോന്നുന്നല്ലോ. നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചാലോ?
നമ്മെ കാണാൻ കഴിയില്ലല്ലോ. ഹൃദയശുദ്ധിയുള്ളവർക്ക് നമ്മുടെ സംസാരം കേൾക്കാൻ കഴിയും എന്നാണല്ലോ പറയുന്നത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൂപ്പ, അപ്പൂപ്പ. ആരാണ്? എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്? ദൈവമേ, വന്ന് വന്ന് എന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയും നഷ്ടമായോ? അപ്പൂപ്പ, കണ്ണുകൾക്ക് കാഴ്ച പോയതല്ല. ഞങ്ങൾ സ്വർഗത്തിൽ നിന്നും വന്ന 2 മാലാഖമാരാണ്. ഞങ്ങളെ ആർക്കും കാണുവാൻ സാധിക്കില്ല. മാലാഖമാരോ? ദൈവമേ, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത്? ഞങ്ങൾക്ക് ഒരിക്കൽ ഈ ഭൂമിയിൽ സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. അപ്പോഴാണ് അപ്പൂപ്പനെ കാണുന്നത്. ആട്ടെ, അപ്പൂപ്പന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? വല്ലാതിരിക്കുന്നതോ? അത് മനസ്സിന്റെ വിഷമം കൊണ്ടാണ് മക്കളെ. മനസ്സിന്റെ വിഷമമോ? ദൈവത്തിന് സ്വന്തം നാടായ ഇവിടെ വിഷമിക്കുവാൻ മാത്രം എന്താണുള്ളത്? ദൈവത്തിന്റെ സ്വന്തം നാട് വന്ന് വന്ന് ഇവിടം പിശാചിന്റെ താവളമായി മാറിയിരിക്കുന്നു മക്കളെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മനുഷ്യന്റെ മനസ്സാക്ഷി മരവിച്ചിരിക്കുന്നു. മാതാപിതാക്കൾക്ക് മക്കളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മക്കൾക്ക് മാതാപിതാക്കളെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൂപ്പൻ എന്താ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആർക്കും മനസ്സിലാവില്ല മക്കളെ. ഈ ലോകത്തിൽ എല്ലാവരും ഏകനാണ് മക്കളെ. കാപട്യവും ചതിയും നിറഞ്ഞ ഈ ലോകത്തിൽ ആർക്കും ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല മക്കളെ. അപ്പൂപ്പൻ എന്താ ഈ പറയുന്നത്? അപ്പൂപ്പൻ ഈ ലോകത്തിൽ സ്വന്തമായി ആരുമില്ലേ? സ്വന്തക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം. പക്ഷേ ഈ ലോകത്തിൽ ഈ വൃദ്ധനേകനാണ് മക്കളെ. അപ്പൂപ്പന്റെ ജീവിതത്തിൽ എന്താണ് നടന്നത് എന്ന് ഞങ്ങളോട് പറയാമോ? നിങ്ങൾക്ക് കേൾക്കണോ എന്റെ കഥ? എന്റെ ജീവിത കഥ, എന്റെ നാടിന്റെ കഥ. വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു എന്റെ കുട്ടിക്കാലം. അമ്മയുടെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ജനിച്ച് അധികകാലം കഴിയും മുമ്പേ എന്റെ അമ്മ മരിച്ചു. പിന്നെ രണ്ടാനമ്മയുടെ ആട്ടും തൊപ്പുമേറ്റ് വളർന്നതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു പരുക്കൻ സ്വഭാവക്കാരനായി മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്നാമ്മ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സ്നേഹം എന്തെന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ അന്നാമ്മയായിരുന്നു. പിന്നെ
അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാതെ വന്നപ്പോൾ എൻ്റെ അന്നാമ്മയുടെ കയ്യും പിടിച്ച് ഉള്ളതെല്ലാം ഒരു പെട്ടിയിലാക്കി കുറേയേറെ സ്വപ്നങ്ങളുമായി ഈ നാട്ടിലേക്ക് കുടിയേറി. ഈ നാട്ടിലെത്തി വന്യമൃഗങ്ങളോടും പ്രകൃതിയോടും മല്ലടിച്ച് ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. അങ്ങനെ കാലചക്രം മാറി മറിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ കൺമണി പിറന്നു. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി. മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി. ആഴിത്തീരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാം. പീലിച്ചേറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം. കനിയേ നീയൻ കനവിതളായി നീവാ. നിധിയേ മടിയിൽ പുതുമലരായി വാവാ. പിന്നീടുള്ള കാലമെല്ലാം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ജീവിതമെല്ലാം. പിന്നീട് ജീവിതമൊന്ന് ആസ്വദിച്ച് തുടങ്ങുമ്പോഴേക്കും അനിവാര്യമായത് സംഭവിച്ചു. വാർദ്ധക്യം ഞങ്ങളെയും പിടികൂടി. ഏതവനെ കണി കണ്ടിട്ടാണോ ഇന്ന് രാവിലെ കട തുറന്നത്? ഇന്ന് കച്ചവടം മൊത്തം പോക്കാണല്ലോ. സമയം 4 മണിയായല്ലോ. വൈകുന്നേരം ചായ കുടിക്കാൻ വരുന്നവരാരും കണ്ടില്ലല്ലോ. ആ, ആരെങ്കിലും വരുമായിരിക്കും. രാമ,
രാമാ, ഓ ഇതിയാനൊക്കെ വീട്ടിൽ ഇരുന്നാ പോരെ. നടക്കാൻ വയ്യാതെ വടിയും കുത്തിപ്പിടിച്ച് ഇറങ്ങിക്കോളും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ. എന്തുവാ രാമാ തന്നെ ഇരുന്ന് പെറുപിറുക്കുന്നത്? അല്ല, ഇതാര് കൊച്ചേട്ടനോ? കുറെ നാളായല്ലോ കണ്ടിരുന്ന് പറയുമായിരുന്നു. വീട്ടിൽ തന്നെ ഇരിക്കാതെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ശരീരത്തിനും മനസ്സിനും നല്ല ഉണർവ് കിട്ടില്ലേ? ഇറങ്ങണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാവേ, സാഹചര്യം അതിനനുവദിക്കാഞ്ഞിട്ട. ഒരു കാലത്ത് സ്വന്തം വീട്ടിൽ തങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ ടൗണിൽ ചിലവഴിച്ചവനായി ഞാൻ. ഇപ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? അതിന് മാത്രം ഇപ്പം എന്തുണ്ടായി കൊച്ചേട്ടാ? കൊച്ചേട്ടന് അതിന് മാത്രം പ്രായമല്ലെന്നും ആയോ? പ്രായത്തിന്റെ അല്ലടാ, എന്റെ അന്നാമ്മ അവിടെ സുഖമില്ലാതെ തളർന്നു കിടക്കുമ്പോ അവളുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? അതിനവിടെ മോളമ്മയില്ലേ ചേട്ടത്തിയെ നോക്കാൻ? അവൾ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാടാ. അല്ല, ഈ നേരം വൈകിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ എന്താ കാരണം? സാധനം വല്ലതും വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടില്ലായിരുന്നോ? അതെ, അന്നാമ്മയുടെ മരുന്ന് തീർന്നപ്പോ മെഡിക്കൽ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോ ഇവിടെ എത്തിക്കാന്നാ പറഞ്ഞത്. എത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇല്ല കൊച്ചേട്ടാ, തന്നില്ലല്ലോ. അതിന് തോമസ് കുട്ടിയോട് പറഞ്ഞാൽ പോരെ, അവൻ കൊണ്ടുവരില്ലേ? അതിന് അതൊക്കെ ഓർക്കാൻ അവൻ എവിടുന്നാ സമയം? രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന പോലെ അല്ലല്ലോ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതൊക്കെ എന്റെ സണ്ണിക്കുട്ടിയാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാം എന്റെ വിധി, അല്ലാതെ എന്തു പറയാൻ? അതിന് സണ്ണിക്കുട്ടി അങ്ങ് അമേരിക്കയിലല്ലേ? അതെ, അവൻ അവിടെ നല്ല നിലയിലാ. എന്റെ മക്കളിൽ ഞങ്ങളോട് ഏറ്റവും നല്ല കാര്യവും അവനാ. ഞാൻ പറയുന്നതേ അവൻ കേട്ടിട്ടുള്ളൂ. അതിന്റെ ഒരു ഗുണം അവനുണ്ടേ. തോമസ് കുട്ടിയെ പോലെ അല്ല. ആട്ടെ, തോമസ് കുട്ടി ഇതുവഴി എങ്ങാനും വന്നായിരുന്നോ? ഇന്ന് രാവിലെ അയൽക്കൂട്ടത്തിന് വന്ന് പോകുന്നത് കണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് കണ്ടില്ല. വല്ല കൂട്ടുകാരുടെയും വീട്ടിൽ കാണും. ഈയിടെയായി അവന്റെ പോക്കത്ര നല്ലതിനല്ല. അവനെ ശാസിച്ച് നേരെയാക്കാൻ അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. പിന്നെ ഈ കുഴിയിലേക്ക് കാലു നീട്ടി ഇരിക്കുന്ന ഞാൻ പറഞ്ഞ അവനൊക്കെ കേക്കുവോ? ഇനിയിപ്പൊ അവനായി അവന്റെ പാടായി. അതൊക്കെ ശരിയാ. പിന്നെ തോമസ് കുട്ടിയെ പറ്റി വേറൊരു കാര്യം കൂടി കേട്ടായിരുന്നു. എന്തുവാടാ, കുഴപ്പം വല്ലതുമാണോ? അവൻ പണ്ട് സ്നേഹിച്ചിരുന്ന പെണ്ണില്ലേ, ആനി, അവൾ കെട്ടിയവനുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽപ്പുണ്ടെന്നോ, അവർ തമ്മിൽ കാണാറുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം മുകളിലിരുന്ന് ഒരുത്തൻ കാണുന്നുണ്ടല്ലോ. എല്ലാം വിധി പോലെ നടക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നമ്മുടെ നാടിന്റെ അഭിമാന ഭാജനങ്ങളായി മാറിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലേക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കനകക്കുന്നിൽ വെച്ച് ചേരുന്ന യോഗത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സഹർഷം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ നാട്ടിൽ ആളുകൾ ഉണ്ടല്ലോ അല്ലേ? എന്താളുകള്! ഒരു പണിയുമില്ലാതെ നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ പരിപാടിയാ. അങ്ങനെ ഒന്നും പറയല്ലടാ. ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഒരു നാടിന്റെ നട്ടെല്ലാണടാ. നിനക്കറിയാമോ പണ്ട് ഈ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു? ഊറ്റും വാറ്റും തെറിയുമൊക്കെയായി സമാധാനമില്ലാതിരുന്ന ഈ നാടിനെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയെടുത്തത് ഇപ്പോൾ ഈ കാണുന്ന ചെറുപ്പക്കാരല്ലേ? ഓ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതിന്റെയൊക്കെ പുറകെ നടക്കണമെങ്കിൽ സമയവും കീശയിൽ പൈസയും വേണം. എടാ,
ഒരു വായനശാലയും ക്ലബുമെല്ലാം ഒരു നാടിനു വേണ്ട അവിഭാജ്യ ഘടകങ്ങളാണ്. നിനക്കറിയാം, എന്റെ ആവുന്ന കാലത്ത് ഇവിടെയും ഉണ്ടായിരുന്നു ഒരു വായനശാല. വൈകുന്നേരങ്ങളിൽ പണിയും കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നേരം പോക്കിൽ ഏർപ്പെടാൻ ഈ വായനശാലയായിരുന്നു എല്ലാം. പക്ഷേ പിന്നീട് വന്ന തലമുറയ്ക്ക് ഇതൊക്കെ നോക്കി നടത്താൻ സമയമില്ലാതെ വന്നപ്പോൾ അതൊക്കെ നശിച്ചുപോയി. അല്ലേലും ഈ നശിച്ച നാട്ടിൽ എന്തെങ്കിലും ശരിയാവോ എന്റെ കൊച്ചേട്ടാ? അനാവശ്യം പറയരുത്. നമ്മുടെ ഈ നാടിന് എന്താടാ കുഴപ്പം? ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ സ്നേഹത്തോടും സഹകരണത്തോടും കൂടി വസിക്കുന്ന ഇതുപോലൊരു നാട് വേറെ എവിടെയാടാ ഉള്ളത്? പിന്നെ ഒരു നാട് എന്നിട്ടാണോ ആർക്കും ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുന്നത്? ആർക്കാടാ നമ്മുടെ നാട്ടിൽ ഗതിയില്ലാത്തത്? ഇവിടെ ആവശ്യത്തിന് എല്ലാവർക്കും എല്ലാം ഉണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു ചെറ്റക്കുടിലിൽ കഴിഞ്ഞ നിനക്ക് അത്യാവശ്യം നല്ല നിലയിലാകാൻ കഴിഞ്ഞത് ഈ നാട്ടിൽ നിന്നാണെന്ന് നീ മറക്കരുത്. പിന്നെ ഈ നാടിനല്ല കുഴപ്പം, ചിലരുടെ നാവിനാണ് കുഴപ്പം. നിന്നോട് വർത്താനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. അന്നാമ്മ ഉണർന്നു കാണും. മരുന്ന് കൊണ്ടുവരുമ്പോ ആരുടെയെങ്കിലും കൈ കൊടുത്തു വിട്ടാ മതി. ഓ, അയാളുടെ ഒരു ഉപദേശം ഈ ആൾക്കൊക്കെ ഇങ്ങനെ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. പണ്ടെങ്ങാണ്ട് കുടിയേറി വന്ന് ഈ കാണുന്ന ഭൂമിയെല്ലാം വെട്ടിപ്പിടിച്ച് ഒരു രാജാവിനെ പോലെ ജീവിച്ച ആളാ. എന്റെ അപ്പനും അവിടെയായിരുന്നു പണി. കുറെ കഷ്ടപ്പെട്ടതാ. ചേട്ടാ, ഒരു ചായ എടുത്താട്ടെ. വയറ്റീന്ന് പോയിട്ട് കുറച്ച് നാളായി. അങ്ങനത്തെ ചായ വേണമല്ലേ? നീ നിന്റെ വീട്ടിൽ പോയി കുടിച്ചോണം. ഒരു മെമ്പർ വന്നിരിക്കുന്നു. ആദ്യം മനുഷ്യനോട് സംസാരിക്കാൻ പഠിക്കും. എന്റെ ചേട്ടാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതിനിപ്പം ഇങ്ങനെ ചൂടാവണോ? ഇങ്ങനെ ചൂടായാണ് ചേട്ടന്റെ കച്ചവടം ഇങ്ങനെയായത്. കച്ചവടമില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. ഇതൊന്നുമില്ലേലും ഞാൻ അന്തസ്സായിട്ട് കൂലിപ്പണിയെടുത്ത് ജീവിക്കും. കുറെ എണ്ണങ്ങളുണ്ട് ഈ നാട്ടിൽ. ഒരു പണിയുമില്ലാതെ രാവിലെ തന്നെ ഇറങ്ങിക്കോളും. എന്റെ ചേട്ടാ, ഇങ്ങനെ 10 പേര് ടൗണിൽ ഇറങ്ങിയാലല്ലേ ചേട്ടന് 10 കച്ചവടം കിട്ടുള്ളൂ. പിന്നെ ഒരു കച്ചവടം പകുതി പേരും തീറ്റയും കഴിഞ്ഞ് കടവും പറഞ്ഞ് ഒറ്റ പോക്ക. പിന്നെ എവിടെ ഗുണം പിടിക്കാനാ? മെമ്പറേ, പഴത്തൊലി മാത്രം പോരാ, പൈസയും വേണം കേട്ടോ. ചേട്ടാ, ചായയിൽ ഈയിടെയായി വെള്ളം അല്പം കൂടുതലാണല്ലോ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. വേണമെങ്കിൽ ഇങ്ങോട്ട് കേറിയാ മതി. ഈ ചേട്ടനോട് ഒരു കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്തുവാ മെമ്പറെ ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് പഞ്ചായത്തിലൊന്നും പോയില്ലേ? അതിനിന്ന് ഞായറാഴ്ചയല്ലേ ചേട്ടാ. ഞാൻ വെറുതെ മൊബൈലിൽ ഫേസ്ബുക്ക് ഒന്ന് നോക്കുമായിരുന്നു. എന്റെ സുധാകരേട്ടാ, ഇതല്ലാതെ ഇവർക്ക് വല്ല പണിയുമുണ്ടോ? ഏതു നേരം ഈ തോണ്ടൽ. ചില നേരത്ത് ഈ പണ്ടാരത്തിന്റെ ശബ്ദം കേട്ടാൽ മൊബൈലൊക്കെ തല്ലി പൊളിക്കാൻ തോന്നും. അത് ശരിയാ. കഴിഞ്ഞ ദിവസം ഞാൻ കവലയിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ നിന്നതാ. ഏതോ ഒരുത്തൻ അത് വീഡിയോ എടുത്ത് ടക്ടക്കോ തക്തക്കോ എന്ത് കുന്തമാണോ ആവോ. ടക്ക് അല്ല ചേട്ടാ, ടിക്ടോക്ക്. എന്ത് കുന്തമെങ്കിലും ആവട്ടെ, ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ഞാൻ എത്ര നാണം കെട്ടെന്നറിയാമോ? പിള്ളേര് പറയുന്നത് അച്ഛനെ ഉടനെ കോമഡി ഉത്സവത്തിൽ എടുക്കുമെന്നാ. ഇതൊക്കെ പിള്ളേരുടെ ഒരു നേരം പോക്കല്ലേ ചേട്ടാ. മെമ്പർ ഏതായാലും മൊബൈലിൽ നോക്കുമല്ലേ? ആ ലോട്ടറിയുടെ വലം കൂടി ഒന്ന് നോക്കിക്കേ. ഇന്ന് 2-3 സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ലോട്ടറിയുടെ ഫലം വരാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ എന്റെ ചേട്ടാ. 2-3 സെറ്റോ രാമ? അപ്പോൾ നീ പൈസ നല്ലവണ്ണം കളയുന്നുണ്ടല്ലോ. കളയുന്നുണ്ടോന്നോ? അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നേ. അടിക്കുവാണെങ്കിൽ നല്ലൊരടി അടിക്കണം.
എന്നാൽ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ എനിക്കൊരു മരിച്ചടക്കിന് പോകാനുണ്ട്. മെമ്പറെ, പഞ്ചായത്തിൽ നിന്നുള്ള കോഴിയുടെ കാര്യം ഒന്ന് നോക്കിയേക്കണേ. അതിന്റെയൊക്കെ സമയമാകുന്നതല്ലേ ഉള്ളൂ ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. പിന്നെ ഒരു മെമ്പർ തടി അനങ്ങാതെ തേരാപ്പാറ നടന്നവനാ. ഭാര്യയുടെ കാശുകൊണ്ട് 2 നില വീടൊക്കെ പണിത് നെകളിച്ച് നടക്കുക. കൂട്ടത്തിലിപ്പോ മെമ്പർ എന്നൊരു സൽപ്പേരും. ആ പെണ്ണും പിള്ള വിട്ടുപോയെന്നാണല്ലോ സുധാകരട്ടാ കേൾക്കുന്നത്. എന്റെടാ, നിന്റെ ഈ പരദൂഷണം ഒന്ന് നിർത്തിയേ. ആ പെങ്കൊച്ച് അടുത്ത മാസം വരുന്നുണ്ടെന്നാ കേട്ടത്. എന്നിട്ട് വേണം ഗൃഹപ്രവേശം നടത്താൻ. ചുമ്മാതെയല്ല രാമ നിന്നെ നാട്ടുകാർ കുരുടാൻ എന്ന് വിളിക്കുന്നത്. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അറിഞ്ഞ കാര്യം അറിഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് പരദൂഷണം. ചേട്ടനൊരു ചായ എടുക്കട്ടെ? രാമേട്ടാ, ആ ക്ലബിന്റെ താക്കോലൊന്നു തന്നേ. വാടക തരാത്തത് കൊണ്ട് അയാൾ താക്കോൽ മേടിച്ച് ആ റൂം അങ്ങ് പൂട്ടിപ്പോയി. ഹോ, കഷ്ടമായി പോയല്ലോ. ആ അപ്പൂനെങ്ങാനും കണ്ടായിരുന്നോ? അവന്മാർ വന്നായിരുന്നെങ്കിൽ വോളിബോൾ കളിക്കായിരുന്നു. വോളിബോൾ കളിക്കുന്നതൊക്കെ കൊള്ളാം. ആ ഭിത്തിയിലേക്കൊന്നും ചെളി തെറിപ്പിക്കരുത്. ഇന്നലെ പെയിന്റ് അടിച്ചതേ ഉള്ളൂ. അല്ലേലും നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? വീട്ടിൽ പോയിരുന്നു വല്ലതും പഠിക്കാൻ നോക്ക്. ഓ, എന്നാ പിന്നെ ശരി, ഞാൻ പോയേക്കുവാ. മോനെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ആ രാമ, നീ ആ പത്രവും നിങ്ങൾ എടുത്തേ. അതൊന്ന് വായിക്കാം എന്ന് കരുതി ഇറങ്ങിയതാ. 10 പൈസയുടെ സാധനം മേടിക്കല, പത്രം വായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. കുറെ എണ്ണങ്ങളുണ്ട് നാട്ടിൽ. രാവിലെ വന്ന് വൈകുന്നേരം വരെ പത്രം വായിച്ചിരിക്കും. ഒരു ഗുണമില്ലെന്നേ. നീ അതെനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോടാ. രാമേട്ടാ, ഒരു ലൈം സോഡ. അല്ല, ഇതാര് തോമസ് കുട്ടിയോ? എന്താടാ മുഖത്തൊരു ക്ഷീണം? ഞായറാഴ്ചയായിട്ട് രാവിലെ വല്ലതും കൂടിയോ? ഇല്ല സുധാകരേട്ടാ, സാമ്പത്തിക പ്രശ്നം കാരണമേ മദ്യപാനമൊക്കെ തൽക്കാലം നിർത്തിവെച്ചേക്കുവാ. അതെയോ? നല്ല കാര്യം. ആട്ടെ, നീ എന്തിനാ റിസോർട്ടിൽ താമസിക്കുന്നവരുമായിട്ട് വഴക്കിട്ടത്? എന്റെ സുധാകരേട്ടാ, എത്ര വട്ടമാ ക്ഷമിക്കുന്നത്? ആ റിസോർട്ടിൽ വരുന്നവരെ കൊണ്ട് സഹി കെട്ടുന്നേ. എന്തു പറ്റിയടാ? എന്തുവാ കാര്യം? അതോ, രാത്രി 1 മണി 2 മണി ആകുമ്പോഴും അവിടെ ഒച്ചപ്പാടും ബഹളം തന്നെയാണെന്ന്. പാതിരാത്രി കഴിഞ്ഞാൽ പോലും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൂക്കി വിളിയും ഒച്ചപ്പാടും. ഒച്ച കാരണം മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നേ. ഇവന്മാർ ഇങ്ങനെ തുടങ്ങിയ നാട്ടിൽ സമാധാനം ഇല്ലാണ്ടാവുമല്ലോ. അനുഭവിക്കട്ടെ. ചുള്ളു വില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് സ്ഥലങ്ങൾ വിറ്റു തുളിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ദേ കണ്ടില്ലേ ആ സ്ഥലത്തിന്റെ ഒരു അവസ്ഥ? നമ്മുടെ കൊച്ചേട്ടന്റെ മകൻ സണ്ണിക്കുട്ടിയുടെ സ്ഥലമായിരുന്നു. അവരതൊക്കെ വിറ്റുപെറുക്കി അമേരിക്കയ്ക്ക് പോയി. ഇപ്പോൾ ആ സ്ഥലം കണ്ടില്ലേ? കാടും കയറി പയറും കയറി തെളിക്കാതെ കിടക്കുന്നത്. കാട്ടുപന്നിയുടെ ശല്യം കാരണം അടുത്തുള്ളവർക്കൊന്നും ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാതായി. അങ്ങനെയൊന്നും പറയലടാ. നാട്ടിലെ കൃഷിയെല്ലാം നശിച്ച് ഈ നാട്ടിലെ ആളുകൾ കടം കയറി മുടിഞ്ഞപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? തരിശായ കൃഷിഭൂമിയിൽ കെട്ടിപ്പിടിച്ചിരിക്കണമായിരുന്നോ? അതോ ആത്മഹത്യ ചെയ്യണമായിരുന്നോ? ഞാനിപ്പം വരാൻ രാമേട്ടാ. വേറെ എവിടെയും ചുറ്റിത്തിരിയാതെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഓ, നേരത്തെ വീട്ടിൽ പോകുന്ന ഒരാള് സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച് കുടുംബമഹിമ നോക്കി പെണ്ണ് കെട്ടിയതാ. ഇപ്പൊ കുടുംബത്തിൽ സമാധാനം ഉണ്ടോ? ആ കൊച്ചേട്ടന്റെ അന്നമച്ചി എടുത്തിടും കഷ്ടപ്പാട് അല്ലാതെന്താ? ശരിയാ, അവിടുത്തെ കാര്യം വളരെ കഷ്ടം തന്നെ. സണ്ണിക്കുട്ടി ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അമേരിക്കയ്ക്ക് പോയ ശേഷം അവിടുത്തെ ഭരണം മുഴുവൻ ആ മോളമയല്ലേ. കുറെ നാളായി അവിടെ പോയി കൊച്ചേട്ടനെയും അന്നമച്ചാടത്തിയെയും ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. അതിനെങ്ങനെയാ ആ വീട്ടിൽ ആരെങ്കിലും ചെല്ലുന്നത്? ആ മോളമ ഭൂതനക്ക് ഇഷ്ടമല്ലല്ലോ. അത് ശരിയാ.
നാളത്തെ കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ്. നറുക്കെടുപ്പെല്ലാം കഴിഞ്ഞ് പത്രത്തിൽ ഫലം വരുമ്പോൾ ഞാനും ഒരു ടിക്കറ്റ് എടുത്തില്ലോ എന്ന് വിചാരിച്ച് മടി ചെന്നിട്ട് കാര്യമില്ല. ഇതാടാ വരുന്നുണ്ട് നിന്റെ ഭാഗ്യം. ഇന്ന് വല്ലതും വീണോടാവേ? ഒറ്റ അക്കത്തിന് 60,000 പോയത്, പിന്നെ 10 ലക്കയുണ്ട്. ഇന്നത്തെ കാര്യം അങ്ങനെ പോയി. മധുവിന്റെ ടിക്കറ്റിന് വല്ലതും ഉണ്ടോടാ? അവന്റെ ടിക്കറ്റിന്റെ ബ്ലോക്കേ വന്നിട്ടില്ല. എന്നാ പിന്നെ ഞാനൊന്ന് ടൗണിൽ പോയിട്ട് വരാം. അവന്റെ 100ന്റെ ഒരു ലക്കി. ഇതിലും ഭേദം വല്ല ചീട്ട് കളിക്കും പോകുന്നതാ. അതാണെങ്കിൽ വല്ലപ്പോഴും വല്ലതും കിട്ടും. എടാ എല്ലാം വേണം ആവശ്യത്തിന്, മദ്യവും ലോട്ടറിയും ചീട്ടുകളിയും എല്ലാം. പക്ഷേ ഒന്നും അധികമാകരുത്. അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ പോയേക്കുവാ. പിന്നെ ഒരു ഉപദേശി വന്നിരിക്കുന്നു. മകൻ പുറത്തു പോയി 10 പൂത്തനുണ്ടാക്കി വീട് വെച്ചപ്പോ ഒരുത്തന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഒരു ചെറ്റക്കുടിൽ കിടന്നവനാ. മകൻ ബാംഗ്ലൂരിലെന്തോ കള്ളക്കടത്തൊക്കെയാന്നാ കേട്ടത്. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നു. അല്ല, ഇതാര് വക്കൻ ചേട്ടനോ? കുറെ നാളായാലും നാട്ടിലേക്കൊക്കെ വന്നിട്ട്. ചേട്ടന്റെ അളിയൻ കൊച്ചേട്ടൻ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. ആണോടാ? കുറെ നാളായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ വല്ലാത്ത തിരക്കാണടാ അവിടെ. മക്കൾ ബിസിനസ് എല്ലാം എന്നെ ലഭിച്ചിരിക്കുന്നത്. അവർക്കാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടല്, തിയേറ്റർ, ഇതാ ഇപ്പൊ അവരൊരു സൂപ്പർ മാർക്കറ്റ് കൂടി തുടങ്ങാൻ പോകുന്നു. ഓ, ചേട്ടൻ രക്ഷപ്പെട്ടല്ലോ. ഇതെന്നാ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ. അത് ഞാനിപ്പോ തൃശ്ശൂരിലടാ. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുമുറി തിന്നണമെന്നല്ലേ? ആട്ടെ, ഇതെന്നാടെ ഒരു മനുഷ്യനെ ടൗണിൽ കാണുന്നില്ലല്ലോ. ഓ, ചേട്ടന്റെ കീറുവാണത്തിന് ഒരു കുറവും വന്നില്ലല്ലോ. അതിനിന്ന് ഞായറാഴ്ച അല്ലേ ചേട്ടാ? എല്ലാവരും രാവിലെ വന്ന് ഇറച്ചിയൊക്കെ മേടിച്ച് പോകും. വൈകുന്നേരം ഇറങ്ങി. ഓ, അതൊക്കെ പണ്ട് ഞാനിവിടെ കച്ചവടം നടത്തുന്ന സമയത്തെ. അന്നിവിടെ വാറ്റാരെ ഉണ്ടായിരുന്ന സമയമാണ്. അന്നൊക്കെ ഒരു 4 മണിയാകുമ്പോഴുണ്ടല്ലോ ഈ ടൗണിലൊരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ 4, 3, 7 പേരും 8, 10 കടയും. താനൊരു കാര്യം ചെയ്തേ, ഒരു ഗ്ലാസും ഒരു സോഡയും എടുത്തേ. അതെ, ഇവിടുന്ന് കുടിക്കാൻ പറ്റില്ല. വല്ല എക്സൈസോ പോലീസോ വന്നാൽ ഞാൻ അകത്തു പോകും. ഓ, നീ വീണ്ടും കുടിയൊക്കെ തുടങ്ങിയെന്ന് കേട്ടല്ലോ. ഞാൻ കഴിച്ചിട്ട് കാലം എത്രയാന്നറിയാമോ? പിന്നെ നീ ആ ജോർജിന്റെ മോളുടെ കല്യാണത്തിന് അടിച്ചു പാമ്പായിരുന്നു ഞാൻ അറിഞ്ഞല്ലോടാ. അത് ഞാനെന്ന് വെറുതെ കുറച്ച് സ്കോച്ച് കിട്ടിയപ്പം കഴിച്ചതാ. ചേട്ടനൊരു കാര്യം ചെയ്യ്, ആ കടയുടെ പുറകിലെങ്ങാനും പോയി അടിച്ചിട്ട് വാ. ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഇവനൊക്കെ കുപ്പിയുമായി ഇങ്ങോട്ടേ വരാൻ കണ്ടല്ലോ. എടാ, ഇവിടെ ഇപ്പൊ സാധനം വല്ലതും ബ്ലാക്കി കിട്ടുവോ? ഇവിടെ ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എന്റെ ചേട്ടാ. അതൊക്കെ അങ്ങ് തൃശ്ശൂര് എത്ര വേണമെങ്കിലും സാധനം ഇഷ്ടം പോലെയല്ലേ. ഇതിനടവേ തന്റെ കട ഒരുമാതിരി അണ്ണാൻ തിന്ന കൊക്ക പോലെ അകത്തൊന്നും ഇല്ലാതിരിക്കുന്നത്. എന്റെ ചേട്ടാ, കച്ചവടം തീരെ കുറവാണെന്നേ. പിന്നെ കടം കൊടുത്ത് നാട്ടുകാരെ തീറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ വിറ്റുപെറുക്കി അങ്ങ് തൃശ്ശൂരിലേക്ക് വന്ന് നല്ല പൊന്നു വിളയുന്ന അലുവ കഷ്ണം പോലുള്ള സ്ഥലം ഞാൻ മേടിച്ചു തരാന്ന്. അതിനീ കോപ്പൊന്നും വിൽക്കാൻ പറ്റണ്ടേ? ആരെങ്കിലും വന്ന് കച്ചവടം ഉറപ്പിക്കാൻ നേരം നാട്ടുകാരെങ്കിലും വന്ന് അതങ്ങ് മുടക്കും. അത്രയ്ക്ക് സ്നേഹമാ നാട്ടുകാർക്ക് എന്നോട്.
തന്റെ കയ്യിൽ പതല്ലേ കൊടുത്താ കൊല്ലത്തും കിട്ടൂടാ. ആ എന്നാ ഞാൻ പോയേക്കടുവേ, നിനക്ക് കടയടയ്ക്കാൻ സമയമായില്ലേ? എന്നാലേ ഞാനും നേരത്തെ കടയടയ്ക്കുക. ഇന്ന് ഞായറാഴ്ചയായിട്ട് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. മോളമ്മേ, കൊച്ചച്ഛനെങ്ങനും കണ്ടായിരുന്നോടി? ഓ, അത് ഞാൻ നേരം വെളുത്തപ്പോ തന്നെ മുറുക്കാനാണെന്നും പറഞ്ഞ ആ മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ വീട്ടിലോട്ട് പോകുന്നത് കണ്ടു. ഇങ്ങാർക്കൊന്നും നാട്ടിൽ ഒരു പണിയില്ലേ ആവോ? ഏത് സമയം പെങ്ങളെ കാണാനാണെന്നും പറഞ്ഞ് ഇങ്ങനെ കയറി ഇറങ്ങിക്കോളും. എടിയേ, ബന്ധത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നല്ല വല്ല കുടുംബത്തിലും ജനിക്കണോടി. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലേ. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ, രാവിലെ ജോലിക്ക് പോകാൻ നേരം കയ്യിൽ ഇങ്ങനെ ചൂലും പിടിച്ച് നിൽക്കരുതെന്ന്. ഓ പിന്നെ പറച്ചില് കേട്ടാത്തൊന്നും കളക്ടർ ഉദ്യോഗത്തിനാ പോകുന്നേന്ന്. എന്റെ ജോലിക്ക് എന്താ കുഴപ്പം എന്റെ മോളമ്മേ? പിന്നെ ഒരു ജോലി ഒരുങ്ങി ഇറങ്ങിപ്പോകുന്ന സർക്കാർ ആശുപത്രിയിലെ അറ്റൻഡർ പണിക്കാണെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. മോളമ്മേ, എന്നാ പണിയാണെങ്കിലും നിന്നെ ഞാൻ അന്തസ്സായിട്ട് നോക്കുന്നില്ലേ? ഓ, അന്തസ്സായിട്ട് നോക്കുന്നു. ഇതല്ലേ വലിയ അന്തസ്. നിങ്ങളുടെ ചേട്ടൻ സണ്ണിച്ചായനെ നോക്ക്, അങ്ങ് അമേരിക്കയില്. ചേട്ടത്തിനെ നോക്ക്, എന്ത് സുഖമായ ജീവിതമാ. ഞാനാണ് ഇവിടെ കിടന്ന് നരകിക്കുക. മോളമ്മേ, എന്ത് കോളമ്മ? ഒരുങ്ങി ഇറങ്ങി പോകുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത്. നിങ്ങളുടെ ആ പഴയ കാമുകിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ അല്ലേ പോകുന്നത്? അവൾ കെട്ടിയോനെ ഉപേക്ഷിച്ച് വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ മോളമ്മേ, എന്തിനാണ് രാവിലെ തന്നെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? പിന്നൊരു കാര്യം, രാവിലെ പോകുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് വന്നോണം. കുടിച്ച് 4 കാലേ വന്ന എന്റെ തനിക്കോണം നിങ്ങൾ അറിയും. ഇതിൽ കൂടുതൽ നിന്റെ കോണം ഞാൻ എന്നാ അറിയാനാ? വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലേ. ആ പിന്നെ അമ്മച്ചിയുടെ മുറി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വല്ലതും കാലമാകുമ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും നീ വല്ലതും തിന്നാൻ കൊടുത്താൽ മതി. അതെ, ഞാൻ ഉരുട്ടി വായി വെച്ചു കൊടുക്കാം. ഉണ്ടാക്കി മുറിയിൽ കൊണ്ടു വെക്കും. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം. കോരിക്കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ മോളമ്മേ, ഇന്നോ നാളെയോ ഒന്ന് പറഞ്ഞ് തളർന്നു കിടക്കുന്ന അമ്മച്ചി എങ്ങനെ തനിയെ കഴിക്കാനാടി? എനിക്ക് വാരി കൊടുക്കാൻ പറ്റില്ല. അപ്പച്ചന്റെ കൈയും കാലും ഒന്നും തളർന്നു പോയിട്ടില്ലല്ലോ. വേണമെങ്കിൽ കോരി കൊടുക്കട്ടെ. വയസ്സാം കാലത്ത് ഒരു പണിയുമായല്ലോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് ആ മുറി കയറുമ്പോഴേ ഛർദിക്കാൻ വരും. എന്നാ നീ ഒരു കാര്യം ചെയ്യേ, നീ പോയി ജോലി ചെയ്ത് കുടുംബം നോക്ക്. ഞാൻ ഇവിടെ നിന്ന് അപ്പച്ചനെ അമ്മച്ചിനെ നോക്കാം. അയ്യടാ, ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയും നല്ലോണം ഉരുട്ടി വീഴുങ്ങും. എന്റെ ദൈവമേ, നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന്. ഇനി ഇവിടെ നിന്ന് എന്റെ ബസ് പോകും. നിനക്ക് ആവുന്ന പോലെ ചെയ്യും. മോളെ, മോളമ്മേ, അമ്മച്ചിക്ക് പരവേശം എടുക്കണടി. കുറച്ച് ചൂടുവെള്ളം തരാമോ? ഓ എന്റെ ദൈവമേ, ഈ തള്ള രാവിലെ തന്നെ തുടങ്ങിയല്ലോ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അടുക്കളയെ 100 കൂട്ടം പണി കിടക്കുമ്പോഴാ അതിനിടയ്ക്ക് ഒരു ചൂടുവെള്ളം. അമ്മച്ചിക്ക് വല്ലാതെ ദാഹിച്ചിട്ടല്ലേ മോളെ? ദാഹം പോലും. ഇങ്ങനെ തിന്നു കുടിച്ച് തൂറി മെഴുകി ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? വൃത്തികെട്ട മണം കാരണം ഈ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റാതായി. മോളെ, ദാദാ, അടുത്ത ആള് വന്നല്ലോ. അങ്ങനെയൊന്നും പറയരുത് മോളെ. നീ പ്രാകുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിന് 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച ഒരു പാവം തള്ളയാണെന്ന് ഓർക്കണം. അതെ അതെ, ഒരു പാവം തള്ള. ഞാൻ ഈ വീട്ടിൽ കാല് കുത്തി അന്ന് മുതൽ തുടങ്ങിയതാ രണ്ടിനെ നോക്കാൻ. എന്നിട്ടിപ്പൊ ഞാൻ മിണ്ടുന്നതാ കുഴപ്പം. രണ്ടിനെ വല്ല അനാഥാലയത്തിലും കൊണ്ടിടാൻ പറഞ്ഞ കേക്കണ്ടേ? മോളെ, നിനക്കും പ്രായമാകും. അത് പ്രകൃതി നിയമമാണ്. അത് നീ മറക്കരുത്. വേദാന്തം ഒന്നും എനിക്ക് കേക്കണ്ട. മക്കളായിട്ട് അപ്പച്ചന് ഞങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ഉണ്ടല്ലോ. അവരാരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അതിനെ എന്റെ സണ്ണിക്കുട്ടിയും കുടുംബവും അങ്ങ് അമേരിക്കയിലല്ലേ മോളെ? അവൻ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളെ പൊന്നുപോലെയല്ലേ നോക്കിയിരുന്നത്? പിന്നെ അപ്പച്ചനെയും അമ്മച്ചിയെയും നോക്കിക്കോളാം എന്ന് പറഞ്ഞല്ലേ ഈ വീട് സ്ഥലവും
നിന്റെ തോമസ് കുട്ടി എഴുതി വാങ്ങിയത്? എന്നാലേ മോനോട് പറ നല്ലോണം നോക്കാൻ. എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പച്ചന്റെ പുന്നാര മോൻ നേരം വെളുക്കുമ്പോ ജോലിന്നും പറഞ്ഞു പോകുന്നതാ, വൈകിട്ട് വരുന്നതോ 4 കാലിലും. അതിന് നീ അവൻ എന്തെങ്കിലും സമാധാനം കൊടുത്തിട്ടുണ്ടോ മോളെ? ദേ എന്റെ വായിന്ന് വല്ലതും കേട്ടാലുണ്ടല്ലോ. അവന്റെ ജീവിതം തകർത്തത് ഞാൻ തന്നെയാ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താ മതിയായിരുന്നു. അപ്പോ കുടുംബമഹിമ നോക്കി ഇപ്പോൾ അനുഭവിക്കുക തന്നെ. നീ ഉറങ്ങിയോടി അന്നാമ്മേ. വെള്ളം വല്ലതും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? എന്തിനാ അവളെ ബുദ്ധിമുട്ടിച്ച് അവളുടെ വായിരിക്കുന്ന ചീത്ത കേൾക്കുന്നത്? ഈ ലോകത്ത് എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ അന്നാമ്മേ. സ്വന്തമെന്ന് നമ്മൾ കരുതിയ നമ്മുടെ മക്കൾ നമുക്ക് അന്യരായിക്കൊണ്ടിരിക്കുന്നു. അതെ, ഞാൻ കട വരെ ഒന്ന് പോകുക. വാതിൽ മലർക്കെ തുറന്നു കിടന്ന് ഉറങ്ങരുത്. ഏതു നേരം ഉറക്കമല്ലാതെ എന്താ പണി? എന്റെ 17ാമത്തെ വയസ്സ് മുതൽ ചോര നീരാക്കി പണിയെടുത്ത് മക്കളെ എല്ലാം വളർത്തി വലുതാക്കിയവനായി ഞാൻ. ഈ 80ാമത്തെ വയസ്സിലും എനിക്ക് കുറച്ചു നേരം ഉറങ്ങാൻ പോലും പറ്റില്ല അല്ലേ? കൊച്ചേട്ടാ, ആരോടാ തന്നെ ഇരുന്ന് പെറുപിറുക്കുന്നത്? അന്നാമച്ചേട്ടത്തിയോടാണോ? ഞാൻ തന്നെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ഓർത്തുപോയതാടാ. ആട്ടെ, ഇപ്പൊ നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. മനഃപൂർവ്വം വരാത്തതാ കൊച്ചേട്ടാ. ഞാനിവിടെ വരുന്നത് മോളമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ആ, ഇപ്പോൾ അവളുടെ ഭരണമല്ലേ നടക്കുന്നത്, അനുഭവിക്കുക തന്നെ. എടാ സുധാകര, നീയും ആ വായനശാലയിലെ പിള്ളേരും തമ്മിൽ എന്തോ കശപിശ ഉണ്ടായെന്ന് കേട്ടല്ലോ. അതോ, ഈ പിരിവുകാരുടെയും കടം മേടിക്കാൻ വരുന്നവരുടെയും ശല്യം കാരണം വീട്ടിൽ ഇരിക്കപ്രതി ഇല്ലാണ്ടായി കൊച്ചേട്ടാ. എന്നാ പറ്റിയടാ? കഴിഞ്ഞ ദിവസം ഈ നാട്ടിലെ പണിയില്ലാത്ത കുറെ എണ്ണങ്ങൾ വന്നിരിക്കുന്നു. ഒരു പരിചയവുമില്ലാത്ത ആരുടെയോ കൈ പോയെന്നോ ചികിത്സാ സഹായം വേണമെന്നോ ഒക്കെ പറഞ്ഞ്. ഒന്നാമത് മനുഷ്യന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ലാത്ത സമയമാ. വീട് പണി ഇപ്പോൾ തീർന്നതല്ലേ ഉള്ളൂ. മൊത്തം ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാനൊന്നും കൊടുത്തില്ല. സുധാകര, അങ്ങനെയൊന്നും പറയരുത്. നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വത്ത് ദൈവം തന്നിട്ടില്ലേ? അത് ആർക്കു വേണ്ടിയാ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയോ? മക്കൾ അതിലും എത്രയോ ഭേദമാടോ താൻ കളിയാക്കി പണിയൊന്നുമില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാർ. തനിക്ക് വല്ലതും സംഭവിച്ചാൽ ആദ്യം ഓടിയെത്താൻ അവർ മാത്രമേ കാണൂ. കൊച്ചേട്ടന്റെ അവസ്ഥ പോലെയല്ല എൻ്റെ അവസ്ഥ. എൻ്റെ മക്കൾ എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. മരുമകൾക്ക് എന്നെ എത്ര കാര്യമാണെന്നറിയാമോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അതൊക്കെ പോട്ടെ, അന്നാമച്ചേട്ടത്തിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓ, ഉറക്കമാണെന്ന് തോന്നുന്നു. അവൾ അങ്ങനെ കിടന്നു നരകിക്കുന്നു. നീ അവള് കിടക്കുന്ന മുറിയുടെ അവസ്ഥ കണ്ടോ? ഇങ്ങനെ കിടക്കേണ്ടവളാണോ ഇവൾ? ഇങ്ങനെ കിടന്ന് നരയിക്കുവാൻ എന്റെ അന്നാമ്മ എന്ത് തെറ്റാണോ ചെയ്തത്? കൊച്ചേട്ടന് ഈ കാര്യം സണ്ണിക്കുട്ടിയെ അറിയിക്കാൻ മേലായിരുന്നു. അവനോടൊക്കെ ഇപ്പൊ ഈ കാര്യം പറഞ്ഞ അവന് വിഷമമാകില്ലേ? ഒന്നാമത് ജോലി തിരക്ക്. ഈ അപ്പനും അമ്മയും ഇവിടെ സന്തോഷമായി ജീവിക്കുന്നു എന്ന് അവൻ കരുതിക്കോട്ടെ. അതൊക്കെ പോട്ടെ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ട് തന്നില്ലല്ലോ. എന്നതാ കൊച്ചേട്ടാ? അപ്പൊ നീ മറന്നുവല്ലേ? എടാ, നല്ല വാറ്റുചാരായം കിട്ടിയ ഒരു കുപ്പി കൊണ്ടു തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഓ, അതോ? എന്നിട്ട് വേണം ഞാൻ മോളമ്മയുടെ വായിന്ന് കേൾക്കാൻ. മാത്രമല്ല കൊച്ചേട്ടാ, ഇപ്പോൾ നല്ല സാധനമൊന്നും കിട്ടാനില്ലെന്നേ. ഞാൻ തന്നെ നല്ലൊരു സാധനം കഴിച്ചിട്ട് എത്ര കാലമായെന്നറിയാമോ?
അല്ലേലും വേണ്ടടാവേ. ഈ സാധനം ഒരെണ്ണം അകത്ത് ചെന്നാ പിന്നെ വയറ്റിൽ വല്ലാത്തൊരു കത്തലും പരവേശവുമാണെന്ന്. മാത്രമല്ല പിന്നെ ഭയങ്കര വിശപ്പും. എന്നാ കൊച്ചേട്ടാ, എന്ത് വർത്തമാനമായി പറയുന്നത്? മനുഷ്യന് വിശപ്പുണ്ടാകുന്നത് നല്ല കാര്യമല്ലേ? മനുഷ്യന് വിശപ്പുണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാ. പക്ഷേ ഒരു തവി ചോറങ്ങാൻ കൂടുതൽ തിന്നാ മോളമ്മ പറയുന്നത് അപ്പച്ചന് ഈ പ്രായത്തിൽ ഒടുക്കത്ത തീറ്റയാണെന്നാ. കൊച്ചേട്ടാ, നിനക്ക് കേൾക്കണോ? കഴിഞ്ഞ ദിവസം മോളമ്മ തോമസ് കുട്ടിയോട് പറയുക അപ്പച്ചനെ വല്ല ഡോക്ടറെയും കാണിക്കണമെന്ന്. കാരണം എന്താണെന്നോ? എന്തുവാ കൊച്ചേട്ടാ? ഈയിടെയായി ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് കൂടുതലാണെന്ന്. കൊച്ചേട്ടാ, സുധാകര, നിനക്കറിയാമോ, എന്റെ അപ്പച്ചൻ മരിച്ചതിൽ പിന്നെ എന്റെ അന്നമ്മയുടെ കയ്യും പിടിച്ച് അങ്ങ് വാകത്താനത്ത് നിന്നും ഈ മലബാറിലേക്ക് കുടിയേറുമ്പോൾ എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഡ്രങ്ക് പെട്ടിയ. ബാക്കി ഈ കാണുന്നതെല്ലാം ഞാൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാണടാ. അന്നൊക്കെ രാവിലെ കുറച്ച് പഴങ്കഞ്ഞിയും ഉച്ചയ്ക്ക് വല്ല കപ്പളങ്ങിയും തിന്ന് വിശപ്പടക്കിയവനാ ഞാൻ. ഇപ്പോ ഈ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനും കണക്ക് പറയേണ്ടി വരുന്നു. വല്ലാത്തൊരു ജന്മം തന്നെ അല്ലോടോ ഈ പാവിയുടേത്. സാരമില്ല കൊച്ചേട്ടാ, എല്ലാം ശരിയാകും. എന്തായാലും സണ്ണിക്കുട്ടി ഉടനെ വരുമല്ലോ. അതുവരെയല്ലേ ഈ കഷ്ടപ്പാട്? ശരിയാകും, എല്ലാം ഒരിക്കൽ ശരിയാകും. നിനക്കൊന്നും എന്റെ അവസ്ഥ വരരുത്. ഇങ്ങനെ പിശുക്കി ജീവിക്കാതെ വായ്ക്ക് രുചിയായി വല്ലതും തിന്ന് സുഖമായി ജീവിക്കാൻ നോക്ക്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പശുവിനെ പറമ്പിൽ കെട്ടിയിട്ടാ പോകുന്നത്. കണ്ണു തെറ്റിയാൽ ആ ജാതിയൊക്കെ തിന്നുകളയും. ചേട്ടത്തി ഉണരുമ്പോൾ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേരെ. പിന്നെ ഇങ്ങേരോടൊരു ഉപദേശം. ഇയാളെ പോലെ ബുദ്ധിയില്ലാത്തവരാ എല്ലാവരും എന്നാ വിചാരം. എവിടെ അവന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയത്തില്ലേ. ആർത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. അന്നാമേ, ഇതെന്നാ ഉറക്കവാടി? ഞാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ? വേണ്ടിച്ചായ, തീരെ വിശപ്പില്ലെന്നേ. ഉറക്കമൊന്നും അല്ല, ഞാൻ നിങ്ങളുടെ സംസാരം കേട്ട് കിടക്കുമായിരുന്നു. നമ്മുടെ സുധാകരനല്ലേ ഇപ്പം വന്നുപോയേ? അവനിപ്പോ നല്ല നിലയിലാണല്ലേ? എന്ത് നല്ല നില? ഇതൊന്നും ശാശ്വതമല്ലല്ലോ അന്നാമ്മേ. അർഹിക്കാത്ത പണം കൈ കിട്ടുമ്പോ നല്ല വീടും പണിയാം, കാറും വാങ്ങാം. പക്ഷേ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നതൊന്നുണ്ടല്ലോ. അതില്ലേ പിന്നെ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? എല്ലാം ദൈവനിശ്ചയം. എന്റെ കർത്താവേ, തിണ്ണ മൊത്തം കോഴി തൂറി നാശമാക്കിയല്ലോ. കതകം തുറന്ന് മലർന്നു കിടന്ന് ഉറങ്ങരുതെന്ന് 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. മോളമ്മേ, ഉറക്കമൊന്നും അല്ലായിരുന്നു ഞാൻ. കോഴി കയറിയത് ഞാൻ കണ്ടില്ല. നമ്മുടെ സുധാകരൻ വന്നിരുന്നു. അവനുമായി 1ഉം 2ഉം പറഞ്ഞ് അങ്ങിരുന്നു പോയി. എന്തു പറഞ്ഞാലും പിന്നെ ഒരു മുടന്തനായ ഉണ്ടാവുമല്ലോ. അങ്ങനെ പലരും വീട്ടിൽ കയറി നിരങ്ങാൻ കാണും. അവരോടൊക്കെ എന്റെ കുറ്റവും പറഞ്ഞിരുന്നാലേ വീട്ടിൽ നിന്ന് ആരേലും എന്തേലും എടുത്തോണ്ട് പോയാ പോലും അറിയേല. മോളമ്മേ, ഇത്രയൊക്കെ എഴുതാപ്പുറം വായിക്കാൻ ഇവിടെ എന്തുണ്ടായിടി? അത് ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞതാ തെറ്റായി പോയതല്ലേ? ആരും തെറ്റൊന്നും ചെയ്തിട്ടില്ല. എല്ലാം എന്റെ തെറ്റാ. മോഹന വാഗ്ദാനങ്ങൾ നൽകി നിന്റെയും നിന്റെ കെട്ടിയന്റെയും വാക്കുകൾ കേട്ട് ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നതാ ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ ഒരു മുദ്രപത്രം ഒപ്പിട്ട് തന്നിട്ട് എന്നാ പറ്റീന്നാ? 3 നേരം തിന്നു കുടിച്ച് ഒരു പണിയില്ലാതെ ജീവിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, വല്ല വൃത്തസാധനത്തിലും പോകേണ്ടി വന്നേനെ രണ്ടിനും. ഇതിലും ഭേദം അതായിരുന്നു. ഒന്നുമില്ലെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കാമല്ലോ. അയ്യടാ, അപ്പച്ചന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് അറിയാം. എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ അപ്പനെ അമ്മേനെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിന്ന്. മര്യാദയ്ക്ക് അവിടെങ്ങാനും മിണ്ടാതിരുന്നോണം, അതാ നല്ലത്. ദൈവമേ, ഇതെന്ത് പരീക്ഷണമാണ്! ഇങ്ങനെയൊക്കെ കേൾക്കുവാനും
ഇത്രയൊക്കെ അനുഭവിക്കുവാൻ അത്ര വലിയ പാപിയാണോ ഞാൻ? എന്റെ ആകുന്ന കാലത്ത് ഈ നാട്ടിൽ വന്ന് ഈ കാണുന്നതെല്ലാം കെട്ടിപ്പടുത്ത് മക്കളെയും മരുമക്കളെയും എത്രയൊക്കെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഹലോ, ആരാ? അപ്പച്ചാ, ഞാനാ സണ്ണിക്കുട്ടി. സണ്ണിക്കുട്ടിയാണോടാ? എത്ര നാളായി നീ ഒന്ന് വിളിച്ചിട്ട്? കുറച്ച് തിരക്കായി പോയ പച്ചാ അവിടെ. എന്നോണ്ട വിശേഷം അമ്മച്ചിക്ക്? ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് എന്താടാ വിശേഷം? അമ്മച്ചി അങ്ങനെ തന്നെ കിടക്കുന്നു. നീ എന്നാ ഈ നാട്ടിലേക്ക്? എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ കൊതിയായടാ. എന്റെ അപ്പച്ചാ, ഞാൻ വരുന്നുണ്ട് നാട്ടിലേക്ക്, അപ്പച്ചനെയും അമ്മച്ചിയും കാണാൻ. ഹലോ ഹലോ, എടീ, സണ്ണിമോൻ വരുന്നുണ്ടെന്ന് നമ്മളെ കാണാൻ. കൊച്ചേട്ടാ. അല്ല, ഇതാര്? നമ്മുടെ പഞ്ചായത്ത് മെമ്പറല്ലേ? നിന്നെയൊക്കെ ഇതുവഴി കണ്ടിട്ട് കാലം കുറെ ആയല്ലോടാ. അത്രയ്ക്ക് തിരക്കാണോടാ നിനക്ക്? അത് കൊച്ചേട്ടാ, ഇപ്പോൾ ഭയങ്കര തിരക്കാണെന്നേ. മെമ്പറായ പിന്നെ ഈ വാർഡിലെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്നേ. പിന്നെ വേണമടോ. എന്റെ വാർദ്ധക്യ പ്രശ്നം ശരിയാക്കി തരാന്ന് പറഞ്ഞ പോയതാ. പിന്നെ നിന്നെ കാണുന്ന ഇപ്പോഴല്ലേ? അതിന് അത് ശരിയായില്ലേ? പിന്നെ നീ ശരിയാക്കിയിട്ടല്ലേ എനിക്ക് പെൻഷൻ കിട്ടുന്നത്. അത് നമ്മുടെ സർക്കാർ ഞങ്ങളെ പോലെ പാവം ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി ഒരു ആശ്വാസത്തിന് കൊടുക്കുന്നതല്ലേടൂ. അതിന് നീ ഒന്നും ഇടപെട്ടില്ലേലും ഞങ്ങൾക്കത് കിട്ടും. കൊച്ചേട്ടൻ അങ്ങനെ പറയരുത്. നാടിന്റെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നോ. പിന്നെ കഷ്ടപ്പെടുന്നുണ്ട്. എടാ കൊച്ചനെ, നീ പറഞ്ഞല്ലോ ഈ നാടിന്റെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടിയാ നീ കഷ്ടപ്പെടുന്നതെന്നും. എടാ, ഈ നാട്ടിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ് നിന്നുപോയിട്ട് എത്ര നാളായടാ? എന്നിട്ട് നീയൊക്കെ എന്തെങ്കിലും ചെയ്തോ? അത് ഞാൻ എത്ര പ്രാവശ്യം നമ്മുടെ MLA വിളിച്ചു എന്നറിയാമോ? വണ്ടിക്ക് കളക്ഷൻ കുറവാണെന്നാ അവിടെന്ന് പറയുന്നത്. അല്ലേലും ഇപ്പോൾ ആരും ബസ്സിൽ കയറില്ലല്ലോ. എല്ലാവർക്കും കാറും ബൈക്കും, പോരാത്തതിന് നാട്ടിൽ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷയും. കളക്ഷൻ കുറവാണ് പോലും. നിനക്കറിയാമോ, പണ്ട് ഈ ബസ് ഈ നാട്ടിൽ കൊണ്ടുവരുവാൻ ഈ നാട്ടിലുള്ളവർ എത്ര കഷ്ടപ്പെട്ടെന്ന്? പണ്ട് ഇവിടെ ആദ്യമായി ബസ് വന്നപ്പോ ഞങ്ങളൊരു ഉത്സവം പോലെ ആഘോഷിച്ചവരാ. ടാറിടാത്ത റോഡിൽ കൂടി കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ പൊടിയും പറത്തി ബസ് പോകുന്നത് കാണാൻ എന്തൊരു ചന്തമാണെന്ന് നിനക്കറിയാമോ? അത് അന്നത്തെ കാലമല്ലേ കൊച്ചേട്ടാ? കാലം മാറി പോലും. ഇന്ന് റോഡ് ടാറിങ്ങായി, മനുഷ്യർക്ക് സൗകര്യങ്ങളായി. അപ്പോൾ ആർക്കും അതിൻ്റെ ഒന്നും വിലയൊന്നും മനസ്സിലാകില്ല. എടാ, ഒരു ബസ് എന്ന് പറയുന്നത് നമ്മുടെ നാടിനൊരു ഐശ്വര്യമാണെടാ. പിന്നെ ഐശ്വര്യം ഈ കൊച്ചേട്ടനോട് സംസാരിച്ച് ജയിക്കാൻ ഞാനില്ല. അല്ല, മോളമ്മ എന്തിയേ? ഈ മാസത്തെ ചിട്ടി പൈസ കിട്ടിയില്ലല്ലോ. അവൾ കുടുംബശ്രീക്ക് പോയേക്കുവാ. ആ, എന്നാ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്. നാളെ എനിക്ക് ചിട്ടി വിളിച്ച ആൾക്ക് പൈസ കൊടുക്കാനുള്ളതാ. പിന്നെ അന്നാമ്മ ചേട്ടത്തിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴും കിടപ്പ് തന്നെയാണല്ലേ? ചേട്ടത്തിയെ, എന്നാ ഉറക്കമാണോ? ഇപ്പോൾ മരുന്ന് കഴിച്ചതേ ഉള്ളൂ. അതിന്റെ മയക്കത്തിലായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങുവാ, 1-2 പേരെ കാണാനുണ്ട്. മരുമോനെ. എന്താ കൊച്ചാ? നിന്റെ വീടെന്താ പമ്പരം പോലെ കറങ്ങണ? വീട് കറങ്ങുന്നതല്ല കൊച്ചാ, കൊച്ചത്തിന്റെ തല കറങ്ങുന്നതാ. എന്റെ തലയ്ക്ക് എന്തുവാടെ കുഴപ്പ? തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കുഴപ്പം പറ്റിയത്. 125-ന് 2 ഷെയർ അല്ലേ മടമടാന്ന് അടിച്ചത്. പൈസ ആയില്ലേ കൊച്ചാ? എടാ, വയസ്സനായാലും ഞാനൊരു പുരുഷനല്ലടാ. ഇതല്ല ഇതെന്റെ അപ്പുറം കുടിച്ചാലും ഈ വക്കം പയറ് പോലെ നിക്കൂടാ. വേണല്ലേ നീ അങ്ങ് തൃശ്ശൂർ വന്ന് അന്വേഷിച്ചാ മതി. പിന്നെ കൊച്ചനെ ഞാൻ ഇന്ന് ഇന്നലെ ഒന്നുമല്ലോ കാണാൻ തുടങ്ങിയിട്ട്.
മോളമ്മേ, എടീ മോളമ്മേ, നീ എവിടെ പോയി പണ്ടാരവടം കിടക്കോടി? അവൾ എവിടെയെങ്കിലും പോയി പണ്ടാരം അടങ്ങട്ടടാ. അത്രയ്ക്ക് സമാധാനം കിട്ടല്ലോ. അളിയാ, അളിയോ, കിടന്ന് ബഹളം വെക്കാതെ കൊച്ചത്ത. അപ്പച്ചൻ വിചാരിക്കും നമ്മൾ രണ്ടും അടിച്ച് ഫിറ്റാണെന്ന്. ആരാടാ അത്? ഞാൻ അളിയാ, വക്കൻ. ഓ, വക്കനായിരുന്നോ? നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നടാ? ഞാൻ കുറച്ചു നേരത്തെ കവലി വന്നാന്ന് തോമസ് കുട്ടിയുടെ കൂട്ടുകാരെ കണ്ട് ഒന്നും രണ്ടും പറഞ്ഞിരുന്നു പോയി. അത് രണ്ടിന്റെയും കോലം കണ്ടപ്പോ മനസ്സിലായി. എടാ തോമസ് കുട്ടി, ഇന്നെങ്കിലും 4 കാലേ വരാതെ മര്യാദക്ക് വീട്ടിൽ വന്നുകൂടായിരുന്നോടാ? പിന്നെ വരാൻ പറ്റിയ ഒരിടം ഇതെന്നാ സ്വർഗഭൂമിയോ? എന്തിട്ടാ തോമസ് കുട്ടി ഇത് അപ്പച്ചോട് തറ പറയുന്ന? ഒരപ്പൻ. കൊച്ചച്ഛനറിയാമോ, ഇന്ന് എന്റെ അവസ്ഥയ്ക്ക് കാരണം ഈ അപ്പനാ. സണ്ണിച്ചിനെക്കാളും അധികം ഞാൻ ഈ അപ്പനെ സ്നേഹിച്ചതാ. മോനെ, നീ ഇപ്പോഴും അതൊക്കെ മിണ്ടിപ്പോകരുത്. ഈ തോമസ് കുട്ടി കുടിച്ചു തുടങ്ങിയത് എപ്പോഴാണെന്ന് അപ്പൻ അറിയാമല്ലോ. അതിന് കാരണം ഈ അപ്പനാ, എന്റെ എല്ലാമായിരുന്ന എന്റെ ആനി. മോനെ, നീ അകത്ത് പോ. തോമസ് കുട്ടി പോകാനാ പറഞ്ഞത്. എന്തിട്ടളിയത്? വക്ക, അത് വേണ്ട, അളിയനൊന്നും പറയണ്ട. ഞാൻ എന്റെ പെങ്ങളിന്ന് കണ്ടിട്ട് വരാം. തോമസ് കുട്ടി, നിന്റെ ജീവിതം തകർത്തത് ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇങ്ങനെ കുടിച്ച് നശിക്കരുത്. അപ്പച്ചനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. എല്ലാം എന്റെ വിധിയാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ കുടിക്കുന്നത് ഈ വീട്ടിൽ മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ സുബോധമില്ലാതാകണം. മോനെ, അളിയാ, എന്തുവാടാ? എന്തു അളിയത്? വീട് അത് തൊഴുത്തോ? ഒരു മനുഷ്യ ജീവനാ അവിടെ കിടക്കുന്ന ബോധം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? എന്റെ വക്ക, എനിക്ക് എന്നാ ചെയ്യാൻ കഴിയും? എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? നീ മോളമ്മയോട് ചോദിക്കും. ഞാൻ ചോദിക്കും. മോളമ്മയോടല്ല, ഏത് കോളമ്മയോടായും ഞാൻ ചോദിക്കും. എനിക്കാരും പേടിയില്ലെന്ന്. അല്ല, ഇതാര് കൊച്ചച്ഛനോ? മുറുക്കാൻ പോയിട്ട് ഇപ്പോഴാണോ തിരിച്ചു വരുന്നത്? മോളമ്മ മോള് എവിടെന്ന് ചാച്ചനോട് ചോദിക്കുമായിരുന്നു. എന്റെ മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഇതെന്തിട്ട് പറ്റി? അതോ, ഞാൻ സുഖവാസ കേന്ദ്രത്തിലല്ലേ ജീവിക്കുന്നത്, അതിന്റെയാണേ. മോളുടെ ഒരു തമാശ. എനിക്കറിയാന്ന് മോളമ്മ കഷ്ടപ്പെട്ടിട്ടാ അപ്പച്ചനും അമ്മച്ചിയും നോക്കുന്നു, അല്ലേ അളിയാ? നീ ശരിക്കും തൃശ്ശൂരുകാരൻ തന്നെ ആയടാ. എന്നാലേ മോളകത്തേക്ക് ചെല്ല്. മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ സാദുഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാമോ? എങ്ങനെയാളിയാ? ഇപ്പോഴും അവളുടെ പാചകം പഴയതുപോലെ തന്നെയാണോ? വായു വെച്ച് വല്ലതും കൂട്ടാൻ കൊള്ളാമോ? അത് നീ കഴിക്കുമ്പോ മനസ്സിലായിക്കോളും. അതിന് ആര് കഴിക്കുന്നു? മോളമ്മയുടെ പാചകത്തിന്റെ കൈപ്പുണ്യം അറിയാവുന്നതുകൊണ്ടേ ഞാൻ ടൗണിൽ നിന്നും കഴിച്ചിട്ടാ വന്നത്. എന്റെ വക്ക, നിന്റെ ഒരു കാര്യം, ചിന്നയ്ക്കും മക്കൾക്കും സുഖം തന്നെയല്ലേടാ? എന്നാ സുഖം. അവക്ക് ഇപ്പൊ വലിവിന്റെ അസുഖം കുറച്ച് കൂടുതലാന്ന്. മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അമേരിക്കന്ന് സണ്ണിക്കുട്ടി ആയിരിക്കും. അതെ, ദൈവമേ, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷിജോ കൂമുള്ളിൽ. പ്രധാന വാർത്തകൾ. അമേരിക്കയിൽ മലയാളി കുടുംബം ആത്മഹത്യ ചെയ്തു. കണ്ണൂർ സ്വദേശി കൊച്ചേട്ടന്റെ മകൻ സണ്ണിക്കുട്ടിയും കുടുംബവുമാണ് ആത്മഹത്യ ചെയ്തത്. വാർത്തകൾ വിശദമായി. അടുത്ത 2 രംഗത്തോടുകൂടി ഈ നാടകം ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ: കൊച്ചേട്ടൻ ബാബു പനവിള, സുധാകരൻ ലിപേഷ് ജോർജ് പുലിമലയിൽ, തോമസ് കുട്ടി ബിനു വെള്ളാരംകുന്നേൽ, രാമൻ സജി പനവിള, വക്കൻ ബിൻഡോ തോമസ് കൂമുള്ളിൽ, മെമ്പർ ശരത് സന്തോഷ് പനവിള, മോളമ്മ രേഷ്മ സജിത് കാട്ടിലയിൽ, മാലാഖമാർ അഭിനയ പി എസ് ആൻഡ് ഷാലു പി ശശി. അതിഥി താരങ്ങൾ
നിവേദ് സന്തോഷ്, നന്ദന സുഭാഷ് ആൻഡ് സന്തോഷ് പൊടിപ്പാറ. ഗാനാലാപനം സുരേഷ് കുളത്തിങ്കൽ. രംഗപടം നിറം മനോജ് കുടിയാൻമല. പ്രകാശ നിയന്ത്രണം സുഭാഷ് മീത്തലപ്പുരയിൽ. രംഗസജ്ജീകരണം ലിജോ ജോസഫ്. സ്റ്റേജ് നിയന്ത്രണം ബെസ്റ്റിൻ തെക്കേക്കര. റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ഓഡിഗേറ്റ്. ശബ്ദവും വെളിച്ചവും ഗായത്രി വടകര. അവതരണം കനകക്കുന്ന് കലാ സാംസ്കാരിക വേദി. നാടകരചന ബിൻഡോ തോമസ് കൂമുള്ളിൽ. സംവിധാനം ലിപീഷ് ജോർജ് പുലിമലയിൽ. എന്തിനാ എന്റെ ദൈവമേ എന്റെ മകൻ സണ്ണിക്കുട്ടി ഈ കടുങ്കൈ ചെയ്തത്? ആർക്കും വേണ്ടാതെ ഇവിടെ കിടക്കുന്ന 2 ജന്മങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെ അങ്ങ് കൊണ്ടുപോകാൻ മേലായിരുന്നു. എന്റെ സണ്ണിക്കുട്ടി, നിന്റെ അമ്മ ഒരു ബോധവുമില്ലാതെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുമ്പോ എന്റെ ദൈവമേ, എന്റെ അന്നാമ്മയെ അധികം നരയിപ്പിക്കാതെ അങ്ങോട്ട് വിളിക്കരുതോ? അപ്പച്ച, എല്ലാം വിധിയാണെന്നേ. തോമസ് കുട്ടി, എന്തിനാണ് അവൻ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? നിനക്ക് വല്ല അറിവുണ്ടോ? എനിക്കൊന്നും അറിയില്ല അപ്പച്ച. നാട്ടുകാർ പലതും പറയുന്നുണ്ട്. പിന്നെ സണ്ണിച്ചാന ദൈവം അത്രേ ആയുസ് കൊടുത്തിട്ടുള്ളൂ എന്ന് നമുക്ക് സമാധാനിക്കാം. ഓ, മകനും കുടുംബവും മരിച്ച് 41 കഴിഞ്ഞ സദ്യ കൊണ്ട് ബന്ധുക്കളും നാട്ടുകാരും പോയിട്ടും ഇവിടെ 2 പേരുടെയും വിഷമം ഇതുവരെ മാറിയിട്ടില്ലേ? എന്റെ ദൈവമേ, ഞാൻ ഇനി എന്തൊക്കെ കേൾക്കണം? വെള്ളം ഇച്ചായ, വെള്ളം. അന്നാമേ, ഞാനിതാ വരുന്നു. എടീ, മിണ്ടാതിരുന്നോണം. ഒരു മകന്റെ വേർപാടിന്റെ നൊമ്പരം നീയും മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു അമ്മയാകണം. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവില്ലാത്ത നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവില്ല. ഓ പിന്നെ, ഇനി ഈ നരകത്തിൽ കിടന്ന് പ്രസവിക്കാത്തതാ എന്റെ കുഴപ്പം. നീ ഒരു പെണ്ണാണോടി? കൂട്ടുകാരെല്ലാവരും ആണത്തമില്ലാത്തവനെന്ന് കളിയാക്കി വിളിച്ചപ്പോഴും ഞാൻ എന്റെ വിഷമം ആരോടും പറഞ്ഞില്ല. കുഴപ്പം നിനക്കാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. എന്റെ അന്നാമേ, നീ പോയോടി. എന്നെ തനിച്ചാക്കി നീ പോയല്ലോടി. അമ്മച്ചി, എന്റെ കർത്താവേ, അമ്മച്ചി ഞങ്ങളെ വിട്ടു പോയല്ലോ. എന്റെ അന്നാമേ, നീ പോയോടി. എന്നെ തനിച്ചാക്കി നീ പോയല്ലോടി. ഞാൻ എത്ര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാണോ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കുവേ, ഞാനിതെങ്ങനെ സഹിക്കുവേ? സണ്ണിക്കുട്ടിയുടെ മരണ വാർത്ത അറിഞ്ഞ് കിടപ്പിലായിരുന്ന അന്നാമ്മ നേരത്തെ അങ്ങ് പോയി. പിന്നെ ആ വീട്ടിൽ ഒരു പട്ടിയുടെ വില പോലും എനിക്കില്ലാതെ വന്നപ്പോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പ്രിയപ്പെട്ട നാടും ഉപേക്ഷിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ഊരുതണ്ടിയെ പോലെ മേൽക്കൂരയില്ലാത്ത ഈ ഭൂമിയുടെ കീഴെ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു.
അപ്പൂപ്പ, ഞങ്ങൾ വിചാരിച്ചു ഈ നാട്ടിലുള്ളവർ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. അതെ, പുറമേ നിന്നും കാണുമ്പോൾ എത്ര ഭംഗിയാണ്, അകം വെറും പൊള്ളയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതെ, ഈ കാണുന്ന ഭംഗി മാത്രമേ ഈ നാടിനുള്ളൂ. അകം വെറും പൊള്ളയാണ് മക്കളെ. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഈ സമൂഹത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന എന്നെ പോലെ ഒരുപാട് വൃദ്ധന്മാരുണ്ട്. അവർക്കൊക്കെ പറയുവാൻ ഇതുപോലെ ഒരുപാട് കഥകളുണ്ടാകും. സ്വപ്നത്തിൽ ചാലിച്ച കഥ. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നും പോകുവാൻ സമയമായി. അപ്പൂപ്പന്റെ ഹൃദയശുദ്ധി ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആട്ടെ, അപ്പൂപ്പൻ എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ? എന്താണെങ്കിലും ഞങ്ങൾ സാധിച്ചു തരും. എനിക്കോ? ആയുസ് തീരാറായി കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ കിഴവന് ഒരാഗ്രഹവും ബാക്കിയില്ല മക്കളെ. മരിക്കുന്നതിന് മുന്നേ എന്റെ സണ്ണിക്കുട്ടിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് നടക്കാതെ എനിക്ക് മുമ്പേ അവനങ്ങ് പോയി. ഇനി അവിടെ ചെല്ലുമ്പോ കാണാമായിരിക്കും. സാരമില്ല അപ്പൂപ്പ, ഞങ്ങൾ പോവുകയാണ്. അപ്പൂപ്പ, അപ്പൂപ്പനൊന്ന് കണ്ണടച്ചേ. കണ്ണു തുറന്നോളൂ അപ്പൂപ്പ. മക്കളെ, മക്കളെ, മക്കളെ. അപ്പച്ച, ഞാൻ ആത്മഹത്യ ചെയ്തതല്ല. അപ്പച്ചൻ വളർത്തി വലുതാക്കി എനിക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യുവാൻ കഴിയുമോ? കൊന്നതാ അപ്പച്ച, എന്നെയും എൻ്റെ കുടുംബത്തെയും. ഏതോ ഒരു ദുർബല നിമിഷം ഞാൻ ഓൺലൈൻ ചൂതാട്ടമാഫിയുടെ പിടിയിൽ അകപ്പെട്ടുപോയി. ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ മൊബൈലിൽ സമയം ചെലവഴിക്കുന്ന ഗെയിം ചൂതാട്ടം. ഒടുവിൽ അവരുടെ തട്ടിപ്പുകൾ മനസ്സിലാക്കിയപ്പോൾ അത് പുറത്തറിയാതിരിക്കുവാൻ അവർ എന്നെ കൊന്നുകളഞ്ഞു. അവരുടെ സ്വാധീനം വെച്ച് എൻ്റെ കൊലപാതകം അവർ ആത്മഹത്യയാക്കി മാറ്റി. ഇനി ഈ സമൂഹത്തിൽ ആർക്കും എൻ്റെ ഗതി വരരുത്. മക്കളെ, മക്കളെ. ഒരു സാധുവായ മനുഷ്യന്റെ അവസാനത്തെ സ്വപ്നം ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകുമ്പോൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി തെരുവിൽ വലിച്ചെറിയുന്ന മക്കളോട് നാളെയുടെ വാർദ്ധക്യം നിങ്ങളുടേതാണ്.